കോൺഗ്രസിന്റെ നേതൃ ക്യാമ്പ് വയനാട് സപ്ത ഹോട്ടലിൽ നടക്കുകയാണ്. ഇതിനിടയിൽ ഒരു കൗതുകരമായ കാഴ്ച കണ്ടു. ശരിക്കും ഗാന്ധിയുടെ രൂപത്തിൽ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് മമ്മു എന്നാണ്. കോഴിക്കോടാണ് ജനനം. വയനാട്ടുകാരനാണ് അല്ലേ? ഇപ്പോൾ വയനാട്ടുകാരനാണ്. കോഴിക്കോടാണ്. എത്ര കാലമായി ഇങ്ങനെ ഒരു ഗാന്ധി രൂപത്തിൽ ഇങ്ങനെ ആവാൻ എന്തൊരു കാരണം? ഇത് കുറേ വർഷങ്ങളായി. ഗാന്ധി ആവാൻ കാരണം ഗാന്ധിജിനെ വെടിവെച്ച് കൊന്ന് എന്ന് പറയുന്നത് കൊന്നിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ഗാന്ധിജി മരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഗാന്ധിജി മരിച്ചിട്ടില്ല, അതിൻ്റെ ചെറിയ ഇതുണ്ട്. ഗാന്ധി കുടുംബത്തോട് എനിക്ക് അങ്ങേ അറ്റം വരെ കടപ്പാടുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിൽ വരെ വന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേ അറ്റം വരെ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അയാളെ മറക്കാൻ പറ്റുമോ? കേരളീസിന് മറക്കാൻ പറ്റില്ല, ഇന്ത്യക്കാർക്ക് തീരെ പറ്റില്ല, കേരളത്തിന് അത്രയും പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിയാണ്. ഇതൊന്നും മറന്നു പോകുന്നതിനിപ്പോൾ നമ്മളതിന് ഉത്തരവാദിയല്ല. ഗാന്ധിജിനെ മറക്കരുതെന്ന് മറക്കാൻ പാടില്ലാത്ത ഒരു രീതി, അതനുസരിച്ചാണ് ഞാൻ ഇപ്പം ഈ വേഷം കെട്ടി ഞാൻ നടക്കുന്നത്. ഗാന്ധിജി ജീവിച്ചിരിപ്പുണ്ട്. ഗാന്ധിജിക്ക് ഏത് ഇതിൽ വേണമെങ്കിലും കോൺഗ്രസിനെ തള്ളിപ്പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇടപാടോ പാടില്ല. അത് ഗാന്ധിജി ഉണ്ടാക്കിയതാണ്. നെഹ്റു ഗാന്ധിജി ഉണ്ടാക്കിയാണ് കോൺഗ്രസ്. അവരെ തള്ളിപ്പറയേണ്ട എന്താ കാര്യമുള്ളത്? തള്ളിപ്പറയരുത്. അങ്ങ് എത്ര കാലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു? ഇത് കുറേ വർഷങ്ങളായി. അങ്ങയുടെ പ്രായം? എനിക്ക് ഞാൻ പറയുന്നത് 91 85 ഓരോരുത്തർ പറയുന്നത്. ആ എന്തിലായിക്കോട്ടെ റെക്കോർഡുണ്ടല്ലോ, ആധാർ കാർഡുണ്ട്, അതിലുണ്ടല്ലോ വയസ്സൊക്കെ. ഇങ്ങനെ കാണുമ്പോൾ, ഇങ്ങനെ ഈ വേഷത്തിൽ കാണുമ്പോൾ ആളുകളൊക്കെ എന്താണ് പങ്കുവയ്ക്കുക? പറയും ഒന്ന് നിന്ന് ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണം. അത് മിക്കവാറും ആൾക്കാർ അതാ പറയാ, ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണം. ഓ ആയിക്കോട്ടെ, എനിക്കൊരു മുടക്കില്ല. എന്തുകൊണ്ടാണ് ഈ നേതൃയോഗത്തിൽ ഇവിടെ വരാനുള്ളൊരു കാരണം എന്താ? ഇവിടെ എൻ്റെ നേതാക്കന്മാരൊക്കെ ഉണ്ട്, ആരെങ്കിലുമൊക്കെ ഒന്ന് കാണാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അവരങ്ങോട്ട് കയറ്റൊന്നും അറിയില്ല, എന്നാലും വന്നു നോക്കി. അപ്പം ഗേറ്റെന്ന് പറഞ്ഞ് ഞാൻ കയറിക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് നേതാക്കളെയും കാണാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കാണണം. അങ്ങ് കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണോ? അത് എൻ്റെ മരണം വരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ആദ്യം മുതൽ അത് തന്നെയാണ്. ഞാനിവിടുന്ന് രാഘവ മാസ്റ്റർ MLA ആയ സമയത്തുണ്ട്, രാമേന്ദ്ര മാസ്റ്റർ MLA ആയ സമയത്തുണ്ട്, രാധാരാഘവൻ്റെ MLA ആയ സമയത്തുണ്ട്, മറ്റേ പിന്നെ വേറെ ഒരാളും കൂടെ വന്ന് മറ്റേത് ഇവർക്കൊക്കെ MLA ആയിട്ട് വന്നിട്ട് ഇപ്പോൾ IC ബാലകൃഷ്ണനാണ്. 3 കൊല്ലമായി. 4ാമത്തെ കൊല്ലം IC ബാലകൃഷ്ണൻ വിജയിക്കും. ഉറപ്പാ, വിജയിച്ചില്ലേ ഞങ്ങൾ വിജയിപ്പിക്കും. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുള്ളൂ, നിയമസഭാ തെരഞ്ഞെടുപ്പ്. എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലക്ക്? അത് ഭൂരിപക്ഷം അങ്ങേ അറ്റം വരെ സീറ്റ് കിട്ടും, ഒരു സംശയമില്ല കിട്ടും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം തന്നെ കേരളത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായില്ലേ. വയനാട് തന്നെ അവരുടെ കയ്യിലല്ലായിരുന്നോ ഈ പഞ്ചായത്ത് മറ്റേ നഗരസഭയൊക്കെ? അത് പിടിച്ചില്ലേ. എന്നെയാണ് ഇപ്പം കേരളം പിടിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് പതറരുത്. അത് പതറിപ്പോകുന്നതാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം. അതുണ്ടാവാൻ പാടില്ല. പതറരുത്. എന്തെങ്കിലും ഒരു ചെറിയ, അതായത് ഈ പണ്ടുള്ള വീട്ടിലത്തെ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞ മാതിരി പെണ്ണുങ്ങൾ ഈ ശുണ്ഠികളാണല്ലോ. അതുപോലത്തെ ആ ശുണ്ഠിത്തരം പല ആണുങ്ങളല്ലേ പ്രവർത്തിക്കാൻ പറയുന്നത്. ഇതിൽ നല്ല പെണ്ണുങ്ങളാണ് പ്രവർത്തിക്കുന്ന. പെണ്ണുങ്ങൾക്ക് തൻ്റെലുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ പേരിലൊക്കെ ചില ഇത് കൊടുത്തേക്കും. ആ പെണ്ണുങ്ങൾ ഇത് നിന്നിട്ടല്ലേ? ആണുങ്ങളാണോ പെണ്ണുങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? എന്നാൽ പിന്നെ അവൾക്കുണ്ടല്ലേ അവരുടെ ഈ രാഹുൽ മാങ്കൂട്ടം ഈ സ്ത്രീൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എന്താ എതിർത്തിട്ട് പോലീസിൽ പെറ്റീഷൻ കൊടുത്തു അന്ന്. പിന്നെ ഗർഭിണിയാകാൻ നിൽക്കണ്ടോ? വല്ല ആവശ്യമുണ്ടോ? അതൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടല്ലോ, അവരിവിടെ നിന്നിട്ടാണ്. പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഇതുണ്ടാക്കുക, അത് 2 കൂട്ടർക്കും വേണമല്ലോ. അത് പ്രതിപക്ഷത്തിനും വേണം, ഭരണകക്ഷിക്കും വേണം. പ്രാവശ്യം യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പരിഗണന കിട്ടുമെന്നുള്ള അഭിപ്രായം ഉണ്ടോ? അതുണ്ട്. അത് വരും കിട്ടും, വരും. അത് ഞങ്ങൾ വരുത്തിക്കും. അത് കോൺഗ്രസ് വരുത്തിക്കും. ഒറ്റ കാര്യം കൂടി, ഈ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കാറുണ്ടോ? അങ്ങനെ അവരൊക്കെ എന്തൊക്കെ പറയാറുള്ളത്? കൗതുകത്തോടെ നോക്കുക തന്നെയല്ല, അവർ ഓടി കെട്ടി പിടിച്ച് വന്നിട്ട് സെൽഫി എടുക്കും.
അതിനും കൊടുക്കുക. പിന്നെ ഈ സ്കൂളിൽ കോളേജിൽ എങ്ങനെയുണ്ട് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അവർ വിളിക്കുന്നുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ അവർക്ക് എല്ലാ കുട്ടികൾക്കും ഈ സർവജനീയ സ്കൂളിൽ ഒരു ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അവർ ഫുള്ള് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും. അത് എനിക്ക് സന്തോഷം തന്നെയാണ്. കാരണം ഒരു ഗാന്ധിജീനെ അവർക്ക് കാണാൻ പറ്റാത്തല്ലേ, ചെറിയ കുട്ടികളല്ലേ, 10, 15, 20 വയസ്സ് പ്രായമുള്ള ചെറിയ കുട്ടികളല്ലേ, അവരതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എല്ലാ ഈ പ്രോത്സാഹനവും എനിക്ക് കിട്ടുന്നുണ്ട്. അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ് മമ്മു. അദ്ദേഹം ഈ നേതാക്കളെയൊക്കെ കാണാൻ വേണ്ടി, നേതാക്കളെല്ലാം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്ക് എത്തിയതാണ്. എന്തായാലും ഈ ക്യാമ്പിൻ്റെ പരിസരത്ത് അദ്ദേഹം ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.